യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. പക്ഷെ നമ്മളിന്ന് യൂറോ യു എസ് ടിയിൽ ലണ്ടൻ സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രേഡ് എടുക്കാനുണ്ടായിരുന്ന റീസൺ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ബിയറിഷ് ആയിരുന്നു. നമ്മൾ കാണാൻ പറ്റും പ്രൈസ് ഏറ്റവും ലാസ്റ്റ് താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇത്. ഓക്കെ, ഫ്രം ഈ ഒരു ഹൈ തൊട്ടിട്ട് ഇതുവരെ. ഓക്കെ, സോ അങ്ങോട്ട് കാണാൻ ഇങ്ങോട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ പ്രൈസ് ഒരു റീട്രേസ്മെൻറ്റ് ഫേസിലായിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ പ്രൈസ് ആ ഒരു പ്രീമിയം ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി, റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ഇനിയിപ്പോൾ ഇവിടുന്ന് പ്രൈസ് ബുള്ളിഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബുള്ളിഷ് FEG റിയാക്ട് ചെയ്തിട്ട് പോകാനാണ്. ഓക്കെ, അതിൻ്റെ മുന്നായിട്ട് പ്രൈസ് ഇങ്ങോട്ടേക്ക് വരും എന്നൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഓക്കെ, സോ അതായിരുന്നു ഒരു ഹയർ ടൈം ഫ്രെയിം ബയാസ്. ഓക്കെ, സോ ഈ ട്രേഡ് എടുക്കാനുണ്ടായ മെയിൻ റീസൺ ആക്ച്വലി 1 hour ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് ഐഡിയ ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ കാണാൻ പറ്റും പ്രൈസ് ഇവിടെ നമുക്ക് ഈവൻ 4 hour ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ ആ ഒരു സമയത്ത് ഫോം ചെയ്തിട്ടുള്ളൊരു ഡിമാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഡിമാൻഡ് പ്രൈസ് വന്ന് റിയാക്ട് ചെയ്തു, പക്ഷേ അവിടുന്ന് ഒരു മൂവ്മെൻറ്റ് വരുന്നില്ല. ലൈക്ക് അവിടെ ഇങ്ങനെ ഒരു റേഞ്ച് ആയിട്ടായിരുന്നു പ്രൈസ് ഉണ്ടായത്. ഓക്കെ, സോ ഞാൻ 1 hour ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് മൂവ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ചിൻ്റെ ലോ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ലോ ആയിരുന്നു. ഓക്കെ, പിന്നെ ആ ഒരു ഹവർലി പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഈ രീതിയിലാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. അതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, അവിടെ കുറച്ച് ലിക്വിഡിറ്റി. സോ ഇതൊക്കെ എന്താണ്, സെൽസൈഡ് ലിക്വിഡിറ്റീസാണ് ഇതെല്ലാം. ഓക്കെ, സോ ആ ഒരു സെൽസൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്യും എന്നതായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മുന്നേ റിയാക്ട് ചെയ്തൊരു ഇൻവേർഷൻ FEG ആണിത്. ഓക്കെ, ഈ ഒരു ഇൻവേർഷൻ FEG. ഓക്കെ, സോ ഇവിടെ ഇത് മാർക്ക് ചെയ്തു. സോ ഇത് മാത്രം ഉണ്ടായതുകൊണ്ടല്ല, ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ കാണാൻ പറ്റും ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയും കൂടി പ്രൈസ് എന്ത് ചെയ്തു ഉണ്ടായിരുന്നു. ഓക്കെ, സോ പ്രൈസ് കറക്റ്റ് ലണ്ടൻ സെഷനിലാണ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. സോ ആ ഒരു ഏരിയയിൽ നിന്ന് 1 minute കൺഫർമേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് റീപ്ലേ ചെയ്തിട്ട് എങ്ങനെയാണ് പ്രൈസ് അവിടെ റിയാക്ട് ചെയ്തത് എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, സോ ലെറ്റ്സ് സീ. പ്രൈസ് നമുക്കൊരു സോൺ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോണിലേക്ക് പ്രൈസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ലണ്ടൻ ഓപ്പണിങ്ങിൽ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. മേലോട്ടേക്ക് എന്ത് ചെയ്തു വന്നു. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മേലോട്ടേക്ക് വന്നു. നമ്മുടെ ഈ ഒരു സോൺ എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തു. സോ ആ ഒരു ലിക്വിഡിറ്റിയും പ്രൈസ് എന്ത് ചെയ്തു, അവിടെ ഗ്രാബ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്നൊരു FEG ഇതായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സീ. പ്രൈസ് അത് ഹോൾഡ് ചെയ്യാനുണ്ടായത്. ഓക്കെ, ആ ഒരു FEG പ്രൈസ് എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പ്രൈസ് വീണ്ടും അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ കാണാൻ പറ്റും ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഈ ഒരു ഹൈ എന്ത് ചെയ്തു, പ്രൈസ് ടേക്ക് ചെയ്തു. ഓക്കെ, സോ നിങ്ങൾക്കിത് ഒരു ഡിമാൻഡായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ ലൈക്ക് മേലെ അടുത്തൊരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡിമാൻഡാണ്. ഓക്കെ, ഈ ഡിമാൻഡ് ഫെയിലായി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാറും. ഓക്കെ, സോ ലെറ്റ്സ് സീ, നോക്കാം. പ്രൈസ് നമുക്ക് കാണാം പറ്റും അവിടെ നിന്ന് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് നേരെ താഴോട്ടേക്ക് ആ ഡിമാൻഡ് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു. ഓക്കെ, റിയാക്ട് ചെയ്ത ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നേരെ താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഏരിയനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സപ്ലൈ ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈവൺ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു ബൈ മൂവ്മെൻറ്റ്, ഇവിടുത്തെ ലാസ്റ്റ് ബൈ ടു സെൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ. ഓക്കെ,
ഓക്കെ. സോ വാട്ട് എവർ, രണ്ടും ഇവിടെ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബ്രേക്കറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കൊരു ബ്രേക്കറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ബൈ ടു സെൽ ഏരിയ എടുത്തിട്ട് ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ബൈ ടു സെൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു OB ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ രണ്ട് രീതിയിലും കൺസിഡർ ചെയ്യാമായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, റീടെസ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവിടെ നിന്ന് എൻട്രി എടുക്കാം. ഇവിടെ നമുക്ക് ആ ഒരു സോണിൽ FVG കൂടെ ഉണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ FVG കൂടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സീ 1 മിനിറ്റ്. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഏരിയയിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു FVG കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോം ചെയ്തിട്ടുണ്ടായി. സോ നമുക്കിവിടെ ആ ഒരു FVG കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ലാസ്റ്റ് ഡിമാൻഡ് ഫെയിലായതും ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു FVG ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ത് ചെയ്തു, പ്രൈസ് ലെഫ്റ്റ് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു FVG അവിടെ മാർക്ക് ചെയ്യാം. അവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹൈൻ്റെ മേലെ. സോ നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലണ്ടൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ്. ഞങ്ങൾക്ക് ഫൈനലി ടാർഗറ്റ് ഇത്. ഓക്കെ, ഞാൻ ഇതായിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ലെറ്റ്സ് സീ. വീണ്ടും FVG എന്ത് ചെയ്തു, പ്രൈസ് വന്ന് ഫിൽ ചെയ്തു. ശേഷം അവിടുന്ന് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, താഴോട്ടേക്ക് മൂവ് ചെയ്തു. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് ചെയ്തു, നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. നമുക്ക് ഏതൊരു ട്രേഡ് എടുക്കുന്ന സമയത്തും ഫസ്റ്റ് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം കീ ലെവലാണ്. ഇവിടെ ഹയർ ടൈം ഫ്രെയിം കീ ലെവലായിട്ടുണ്ടായത് 1 hour FVG ആയിരുന്നു. 1 hour FVG. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ബൈസൈഡ് ലിക്വിഡിറ്റി 1 hour തന്നെ ബൈസൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു കീ ലെവൽ ഏരിയ എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ട്രേഡ് നോക്കിയത്. മാത്രമല്ല ഒരു കീ ടൈമിൽ കൂടെയാണ് ഇത് സംഭവിച്ചത്. ലണ്ടൻ കിൽ സോൺ അല്ലെങ്കിൽ ലണ്ടൻ്റെ ആ ഓപ്പണിങ്ങിലാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് കീ ലെവൽ ആൻഡ് കീ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഒരു വിചാരിച്ച രീതിയിലുള്ള സ്ട്രോങ് മൂവ്മെൻറ്റ്സുകൾ കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ബിഹൈൻഡ് ദ ലോജിക്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.